Listen here. In our previous class, we are discussing the question keep clean. We always keep clean. എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടിരിക്കുക എന്നുള്ള കാര്യമാണല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് പറഞ്ഞത്. How to keep clean always. എങ്ങനെയാണ് നമ്മൾ എപ്പോഴും ക്ലീൻ ആയിരിക്കണം? നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് വൈക? നമ്മൾ എപ്പോഴും ക്ലീൻ ആയിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? വാഷ് യുവർ ഹാൻഡ്സ്. നമ്മൾ എപ്പോഴും കൈ കഴുകണം അല്ലേ? എപ്പോഴൊക്കെയാണ് വാഷ് യുവർ ഹാൻഡ്സ്? വാഷ് യുവർ ഹാൻഡ്സ് ഡിഫറെന്റ് ടൈംസ് അല്ലേ? ഒരുപാട് പല സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? കൈ കഴുകി വൃത്തിയാക്കണം എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ഏതൊക്കെ സമയങ്ങളിലാണ് ആയിഷ തമാന നമ്മൾ കൈ കഴുകേണ്ടത്? എപ്പോഴൊക്കെയാണ്? After touching your pets. We already discussed അല്ലേ? നമ്മുടെ പെറ്റ്സിനെ, നമ്മുടെ വളർത്തു മൃഗങ്ങളെ ഒക്കെ തൊട്ട് കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യണം? കൈ നന്നായിട്ട് കഴുകണം അല്ലെ? സോപ്പ് ഉപയോഗിച്ച് കഴുകണം. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ആഫ്റ്റർ യൂസിങ് ടോയ്ലറ്റ്. ടോയ്ലറ്റിൽ പോയി വന്നു കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ട് കൈ എന്ത് ചെയ്യണം? നന്നായിട്ട് സോപ്പോ ഹാൻഡ് വാഷോ ഉപയോഗിച്ചിട്ട് കഴുകണം അല്ലെ? എത്ര പേര് അങ്ങനെ ചെയ്യാറുണ്ട്? എത്ര പേര് ടോയ്ലറ്റിൽ പോയി വന്നിട്ട് നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ച് കഴുകാറുണ്ട്? എല്ലാവരും ഉണ്ടല്ലേ? അങ്ങനെ ചെയ്യാത്തവർ എന്ത് ചെയ്യാ? കുറെ പേരൊക്കെ കൈ ഉയർത്താതെ നിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യാത്ത ആളുകൾ എന്ത് ചെയ്യാ? ഇന്ന് മുതൽ തന്നെ ടോയ്ലറ്റിൽ പോയി വന്നാല് ഉടനെ തന്നെ എന്ത് ചെയ്യണം? നന്നായിട്ട് കൈയൊക്കെ സോപ്പോ ഹാൻഡ് വാഷോ യൂസ് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കണം അല്ലേ? Then after touching your pet. നമ്മുടെ വളർത്തു മൃഗങ്ങളെ തൊട്ട് കഴിഞ്ഞാൽ അല്ലെ? വളർത്തു മൃഗങ്ങളുടെ കൂടെ നമ്മൾ കളിക്കും, അതിന്റെ കൂടെ ഓടും ചാടും, അതിനെ പിടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ കൈ നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ചിട്ട് കഴുകി വൃത്തിയാക്കണം അല്ലേ? അനദർ ഇമ്പോർട്ടൻറ്റ് എന്താണ്? ബിഫോർ ആൻഡ് ആഫ്റ്റർ യുവർ മീൽ. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ഭക്ഷണം കഴിച്ചതിന് ശേഷവും നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് കൈ സോപ്പ് ഉപയോഗിച്ച് കഴുകണം അല്ലേ? ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈറ്റിംഗ് യുവർ മീൽസ്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നന്നായി സോപ്പ് ഉപയോഗിച്ച് നല്ല വൃത്തിയാക്കുക. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നന്നായിട്ട് കൈകൾ വൃത്തിയാക്കുക. Then after coming from play. പുറത്തു പോയി കളിച്ചിട്ട് വന്നാൽ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് കൈ കഴുകണം അല്ലേ? Then after trimming your nails. നഖം വെട്ടിക്കഴിഞ്ഞാൽ, നഖം വെട്ടി വൃത്തിയാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ കൈയൊക്കെ നന്നായി കഴുകുക. ലാസ്റ്റ് വൺ, after coming home from school. അല്ലേ? എന്താണ്? സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിയ ഉടനെയും എന്ത് ചെയ്യണം? നന്നായിട്ട് കൈയൊക്കെ കഴുകി വൃത്തിയാക്കണം. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസം പറഞ്ഞു. നെക്സ്റ്റ് പേജ് എടുക്കുക. പേജ് നമ്പർ 115. Enrichment activity and also take your pencils with you. എന്ത് ചെയ്യാ? പെൻസിൽ കൂടെ എടുക്കുക. ഒരു എൻറിച്ച്മെന്റ് ആക്ടിവിറ്റി ആണ് അവിടെ ഉള്ളത് അല്ലേ? Tick what you use to keep yourself clean. നിങ്ങൾ എപ്പോഴും ക്ലീൻ ആവാൻ വേണ്ടി അല്ലെ? നിങ്ങൾ സ്വന്തം തന്നെ നല്ല വൃത്തിയായിരിക്കാൻ വേണ്ടി ഇതിൽ ഏതൊക്കെ കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി ടിക്ക് ചെയ്യേണ്ടത്. ഇതിൽ ഏതൊക്കെയാണ് നിങ്ങൾ വൃത്തിയാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്? അതിന് നമ്മൾ ജസ്റ്റ് ഒരു ടിക്ക് കൊടുക്കണം അല്ലെ? എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ട് അവിടെ? Here is a toothbrush and a cricket ball and a comb and a sock, book, nail cutter, earbuds, spoon and a dish. ഇത്രയും സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് അല്ലെ? എന്തൊക്കെയുണ്ട്? ടൂത്ത്ബ്രഷ്, ബോള്, കോംബ്, സോപ്പ്, ബുക്ക്, ഇയർബഡ്, nail cutter,
a plate, it's a dish, and then spoon. ഇത്രയും കാര്യങ്ങൾ ഉണ്ട് അല്ലേ? അപ്പൊ നമ്മള് എന്ത് ചെയ്യണം, ഇതിൽ ഏതൊക്കെയാണ് നമ്മൾ വൃത്തിയാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്നുള്ളതിന് ടിക്ക് ചെയ്യാം. ഏതൊക്കെ കാര്യങ്ങളുണ്ട് ഒന്ന് പറഞ്ഞേ മോളെ നിരാശ, ഏതാണ് നമ്മൾ വൃത്തിയാക്കാൻ വേണ്ടി ഇതിൽ യൂസ് ചെയ്യുന്ന ഒരു കാര്യം? ബ്രഷ്. ഓക്കെ, ടൂത്ത് ബ്രഷ് അല്ലേ? ഓക്കെ ഓക്കെ നിരാശ. ഓക്കെ, ടൂത്ത് ബ്രഷ് ഉണ്ട് ഒന്ന്, നമ്മള് എന്ത് ചെയ്യാൻ, ബ്രഷ് ചെയ്യാൻ അല്ലെ? ബ്രഷ് ചെയ്ത് നമ്മുടെ പല്ലൊക്കെ നല്ല വൃത്തിയാക്കാൻ വേണ്ടി. എങ്ങനെയാ ബ്രഷ് ചെയ്യാ? ഹൗ ടു ബ്രഷ് യുവർ ടീത്ത്? ഷോ മീ ഹൗ ടു ബ്രഷ്. നന്നായിട്ട് നമ്മൾ ഇങ്ങനെ പല്ല് വെച്ച് നല്ല വൃത്തിയാക്കും അല്ലെ? അതിനു വേണ്ടി നമ്മള് ടൂത്ത് ബ്രഷ്. ക്രിക്കറ്റ് ബോൾ ഉണ്ട് അല്ലെ? ബോൾ നമ്മൾ എന്തിനു വേണ്ടിയാ യൂസ് ചെയ്യുന്നത്? പ്ലേ അല്ലെ? കളിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ അതുകൊണ്ട് നമുക്കൊന്നും വൃത്തിയാക്കാനൊന്നും പറ്റില്ല. സോ എന്ത് ചെയ്യാതെ വേണ്ട. നെക്സ്റ്റ് വൺ, കോംബ്. കോംബ് ഉണ്ട് അല്ലെ? കോംബ് നമ്മൾ വൃത്തിയാക്കാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ടോ ഇല്ലയോ? ആദ്യ മധു, കോംബിൽ നമ്മള് സ്റ്റിക്ക് ചെയ്യണം. മുടിയൊക്കെ ഹെയർ ഒക്കെ നന്നായി കോംബ് ചെയ്ത് വൃത്തിയാക്കും അല്ലെ? അപ്പൊ കോംബ് നമുക്ക് എന്താണ് വൃത്തിയാക്കാൻ ആവശ്യമുണ്ട്. അപ്പൊ അതിൽ നമ്മൾ എന്ത് ചെയ്യണം? ടിക്ക്, അവിടെ ഒരു ടിക്ക് കൊടുക്കണം. നെക്സ്റ്റ് ഇതിൽ ഇനി ഏതാണ് വൃത്തിയാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്? ഏതാണ് ഇവാന? ഏതെങ്കിലും ഉണ്ടോ? സോപ്പ് അല്ലേ? സോപ്പ് എന്നുള്ളതിന് അവിടെയുള്ള സർക്കിളിൽ എന്ത് ചെയ്യുക? ഒന്ന് ജസ്റ്റ് ടിക്ക് ചെയ്യുക. ടൂത്ത് ബ്രഷ്, കോംബ്, സോപ്പ്, അങ്ങനെ 3 ഐറ്റംസ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? നമുക്ക് വൃത്തിയാക്കാൻ വേണ്ടതാണ്. നെക്സ്റ്റ്, ബുക്സ്. ബുക്സ് നമുക്ക് വേണോ വേണ്ടയോ? അതായത് ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സിന് വേണ്ടി നമുക്ക് ബുക്ക് വേണോ വേണ്ട. സോ അതിൽ നമ്മളൊന്നും ചെയ്യണ്ട, ടിക്ക് ചെയ്യണം. നെക്സ്റ്റ് ഏതാണ് മോളെ ആദിത്യ? നെക്സ്റ്റ് നമുക്ക് ഏതാ വേണ്ടേ? ഇനിയിപ്പോ വൃത്തിയാകാൻ ഇതിൽ നമുക്ക് ഏതെങ്കിലും വേണോ? ഇയർബഡ്സ് നമുക്ക് വേണം അല്ലേ? നമ്മള് ക്ലീൻ ആക്കാൻ വേണ്ടി, ഇയർ ഒക്കെ ക്ലീൻ ആക്കാൻ വേണ്ടി ഇയർബഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് വേണോ? വേണം. അപ്പൊ അവിടെ എന്ത് ചെയ്യുക? ടിക്ക് ചെയ്യുക. ഇയർബഡ്സ് ഉണ്ട്. ഇനിയിപ്പോ ഇതില് ഏതൊക്കെയാ ഉള്ളത്? ഇനിയിപ്പോ ഒരു നെയിൽ കട്ടർ, സ്പൂൺ ആൻഡ് പ്ലേറ്റ്, ഇത്രയും സാധനങ്ങളാണ് ബാക്കിയുള്ളത്. ഇതിൽ ഇനി ഏതാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? അഭിനവ്, ഇതിലേതെങ്കിലും വേണോ നമുക്കിനി? നൈൽ കട്ടർ ഫോർ ട്രിമ്മിങ് അവർ നൈൽസ് അല്ലേ? നഖം വെട്ടി വൃത്തിയാക്കാൻ വേണ്ടി നൈൽ കട്ടർ വേണം അല്ലേ അഭിനവ്? അപ്പൊ എന്തൊക്കെയുണ്ട്? ടൂത്ത് ബ്രഷിന്റെ അവിടെ ടിക്ക് ചെയ്യുക, കോംബ്, സോപ്പ്, ഇയർബഡ്സ്, നൈൽ കട്ടർ, ഇത്രയും സാധനങ്ങൾ നമുക്ക് വേണം അല്ലേ? ഓക്കെ, ക്ലിയർ? ഏതൊക്കെയാണ്? ടൂത്ത് ബ്രഷ്, കോംബ്, സോപ്പ്, നൈൽ കട്ടർ, ഇയർബഡ്, ഇത്രയും സാധനങ്ങളാണ് വൃത്തിയാക്കാൻ വേണ്ടി വേണ്ടത്. ദെൻ നമ്മള് നെക്സ്റ്റ് നമുക്കൊരു ആക്ടിവിറ്റി ആണുള്ളത് അല്ലെ? ഗുഡ് ഹാബിറ്റ്സ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതിലും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. നോക്കാം നമുക്ക് അല്ലെ? These are the good habits we must follow in our life. This is good habits. Good habits. എന്താണ് good habits എന്ന് വെച്ചാല്? You can say the meaning of good habit. Good habit. എന്താണ് ഗുഡ് ഹാബിറ്റ് എന്ന് വെച്ചാല്? ആർക്കും അറിയില്ലേ ഗുഡ് ഹാബിറ്റ് എന്താണെന്ന്? ഓക്കെ, ഡെൽവിൻ പറയാൻ വേണ്ടി. എന്താണ് ഗുഡ് ഹാബിറ്റ്? നല്ല ശീലങ്ങൾ. വെരി ഗുഡ്. ഗുഡ് ഹാബിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? നല്ല ശീലങ്ങൾ അല്ലേ? നല്ല ശീലങ്ങൾ. എന്താണ് ഗുഡ് ഹാബിറ്റ്? ഏതൊക്കെ ഗുഡ് ഹാബിറ്റ് നിങ്ങൾ ഫോളോ ചെയ്യാറുണ്ട്? ആദിഷ് എന്തൊക്കെ ഒരു ദിവസം ഏതൊക്കെ ഗുഡ് ഹാബിറ്റ്സ് ചെയ്യാറ്? പല്ല് തേക്കും, ബ്രഷ് ഓർ ടീ,
Have a bath. കുളിക്കും. Okay. ഭക്ഷണം കഴിക്കും. Okay. പല്ല് തേക്കും. ഭക്ഷണം കഴിക്കും. കുളിക്കും. കളിക്കും. Okay. ആദ്യം ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് അല്ലേ? ഇനിയിപ്പോ വിദ്യത്ര എന്തൊക്കെ ഗുഡ് ഹാബിറ്റ്സ് ഫോളോ ചെയ്യാറുണ്ട് ഒരു ദിവസം? കുളിക്കും. പല്ല് തേക്കും. കുളിക്കും. നല്ല ഫുഡ് കഴിക്കും. ഡ്രസ് എല്ലാം അടുക്കി വെക്കും. കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട് അല്ലേ? നല്ല മൂന്നാണ് അല്ലേ? എന്താണ് ഡ്രസ്സൊക്കെ? ഓക്കെ. അപ്പൊ നമ്മള് കുറേ ഗുഡ് ഹാബിറ്റ്സ് ഒരു ദിവസം ഫോളോ ചെയ്യാറുണ്ട്. നമ്മളൊക്കെ ഫോളോ ചെയ്യണം അല്ലേ? ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് എന്തൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്, ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഇനി മുതൽ ഫോളോ ചെയ്യാൻ വേണ്ടി തുടങ്ങണം. ലുബാബ എന്തൊക്കെ ഗുഡ് ഹാബിറ്റ്സ് മോൾ ചെയ്യാറുണ്ട്? Brush your teeth, wash your hands, bath every day, trimming your nails, cloth, hair clean cloth. ഓക്കെ, ഇതൊക്കെ ഗുഡ് ഹാബിറ്റ്സ്. ഓക്കെ, നമ്മള് ഇതൊക്കെ കഴിഞ്ഞ വർഷം പഠിച്ച ഗുഡ് ഹാബിറ്റ്സ് ആണല്ലേ? ഇതൊക്കെ ചെയ്യാറുണ്ട് ലുബാബ. എന്തൊക്കെ ചെയ്യാറുണ്ട്? ബ്രഷ് യുവർ ടീത്ത്, വാഷ് യുവർ ഹാൻഡ്സ്, ബാത്ത് എവറി ഡേ, comb our hair, trim our nails. ഇതൊക്കെ ഓർമ്മയുണ്ടോ? നമ്മള് കഴിഞ്ഞ വർഷം പഠിച്ചതല്ലേ? കണ്ടോ ലുബാബയ്ക്ക് എല്ലാം ഓർമ്മയുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം ഇതൊക്കെ പഠിച്ചതാണ്. വെരി ഗുഡ്. അപ്പൊ ലുബാബ ഇതൊക്കെ ഫോളോ ചെയ്യാറുണ്ട് അല്ലേ? Then ഉമർ എന്തൊക്കെയാ ചെയ്യാറുണ്ട്? എന്തൊക്കെ ഗുഡ് ഹാബിറ്റ്സ് ആണ് ചെയ്യാറുണ്ട്? Bath every day. Okay. Brush your teeth. Cut your nails. Eat healthy food. Healthy food. Okay. നമ്മുടെ ഉമറും കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഫോളോ ചെയ്യാറുണ്ട്. എയ്ഡൻ തോമസ് which good habit we follow in a day? ഒരു ദിവസം എന്തൊക്കെ ഗുഡ് ഹാബിറ്റ് ആണ് എയ്ഡൻ ഫോളോ ചെയ്യാറ്? പറയുമോനെ എയ്ഡൻ? പറയുന്നുണ്ടോ? മിസ്സിന് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ. ബ്രഷ് യുവർ ടീത്ത്, comb our hair. ഓക്കെ. എയ്ഡൻ തോമസ് ബ്രഷ് ചെയ്യാറുണ്ട്, ഹെയർ ഒക്കെ കോംബ് ചെയ്യാറുണ്ട്. ദെൻ ആദിശ്രീ എന്തൊക്കെ ഗുഡ് ഹാബിറ്റ്സ് ഫോളോ ചെയ്യാറുണ്ട്? എന്തെല്ലാം ചെയ്യുന്നു പറഞ്ഞു കൊടുത്തു. രാവിലെ എണീക്കാൻ, പല്ല് തേക്കാൻ, കുളിക്കാൻ, ഭക്ഷണം കഴിക്കാൻ, പഠിക്കാൻ, കളിക്കാൻ. ഓക്കെ. നമ്മുടെ ആദിശ്രീ കുറേ കാര്യങ്ങള് കുറേ ഗുഡ് ഹാബിറ്റ്സ് ചെയ്യാറുണ്ട് അല്ലെ? ബ്രഷ് ചെയ്യും, പഠിക്കും, പ്ലേ ചെയ്യും, ഫുഡ് കഴിക്കും അല്ലെ? രാവിലെ ഏതെങ്കിലും സമയത്തല്ല, ഇപ്പോ രാവിലെ ഉറങ്ങിയിരിക്കും എന്നാ പറഞ്ഞത് അല്ലെ? വൈകി എന്തൊക്കെ ഗുഡ് ഹാബിറ്റ്സ് ആണ് ചെയ്യാറുണ്ട്? രാവിലെ പല്ല് തേക്കും, കുളിക്കും, ഭക്ഷണം കഴിക്കും, കളിക്കും, പഠിക്കും. വൈകി കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. കളിക്കാറുണ്ട്, പഠിക്കാറുണ്ട്, പല്ല് തേക്കാറുണ്ട്, ഭക്ഷണം കഴിക്കാറുണ്ട്.
അൻവിത ഓൾ എന്തൊക്കെ ഗുഡ് ഹാബിറ്റ്സ് ഫോളോ ചെയ്യാറുണ്ട്? രാവിലെ എനിക്ക് പല്ലേക്ക് കുളിക്ക് ഭക്ഷണം കഴിക്ക് കളിക്ക് കുറേ കാര്യങ്ങള് ചെയ്യാറുണ്ട് അല്ലെ? പല്ല് തേക്കും കുളിക്കും ഭക്ഷണം കഴിക്കും അങ്ങനെ കുറേ കാര്യങ്ങള് അൻവിതയും ചെയ്യാറുണ്ട്. Then Aiden J. Matthew മോൻ എന്തൊക്കെ ഗുഡ് ഹാബിറ്റ്സ് ചെയ്യാറുണ്ട്? പല്ല് തേക്കും കുളിക്കും നല്ല ഫുഡ് കഴിക്കും കളിക്കും പേരൻസിനെ സഹായിക്കും പാരന്റ്സിനെ സഹായിക്കാറുണ്ടല്ലേ? കളിപ്പാട്ടം അഴക്കി വെക്കും. ആ നല്ല മോനാണല്ലേ. പാരന്റ്സിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ ആര് ചെയ്യാറുണ്ട്? നമ്മുടെ ഏഡൻ ചെയ്യാറുണ്ട്. പല്ല് തേക്കും കുളിക്കും പാരന്റ്സിനെ ഹെൽപ്പ് ചെയ്യും. ഗുഡ്, വെരി ഗുഡ്. Then മുഹമ്മദ് ഷാസിൽ മോൻ എന്തൊക്കെ ചെയ്യാറുണ്ട്? രാവിലെ എണീക്കും പല്ലേക്കും കുളിക്കും തുമ്മും കളിക്കും പഠിക്കും പാത്രം കഴുകും. ആണോ? നുണയാണ് പറയുന്നത് അല്ലേ? ആ ഷാസില് പാത്രം കഴുകാറുണ്ട്. ആ ഉണ്ട് അത് മതി അത് മതി കേട്ടോ. ആ മോൻ കഴിക്കുന്ന പാത്രം മോൻ കഴുകിയാൽ മതി. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, നല്ല മോനാണ് അല്ലെ. എന്ത് ചെയ്യാ? നമ്മൾ കഴിക്കുന്ന പാത്രം നമ്മൾ കഴിക്കുന്നുണ്ട് അല്ലെ. ബാക്കിയുള്ളവര് കഴിക്കുന്നത് അവരും കഴുകട്ടെ അല്ലേ. നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അവരും ചെയ്യണല്ലേ. നമ്മൾ കഴിക്കുന്നത് നമ്മൾ കഴുകും, ബാക്കി അമ്മ കഴിക്കുന്നത് അമ്മ കഴുകട്ടെ, അച്ഛൻ കഴിക്കുന്നത് അച്ഛൻ കഴുകട്ടെ അല്ലേ. ഇങ്ങനെ ആവുമ്പോ എല്ലാവർക്കും എന്താണ് പണി ഈസിയാണ് അല്ലേ. വെരി ഗുഡ്, നല്ല കാര്യമാണ്. ആദ്യ പല്ല് തേക്കും കുളിക്കും ഭക്ഷണം കഴിക്കും കളിക്കും പഠിക്കും. ആ ഓക്കെ, വെരി ഗുഡ്. കളിക്കാറുണ്ട് പഠിക്കാറുണ്ട് ഒക്കെ ചെയ്യണല്ലേ നമ്മള്. ഇനിയിപ്പോ ആരോടൊക്കെയാണ് മിസ്? ആ ഓക്കെ, ഇപ്പാന പറയുമോളെ മോൾ എന്തൊക്കെ ചെയ്യാറുണ്ട്? കുളിക്കും ഭക്ഷണം തിന്നു കളിക്കും. ഓക്കെ, പല്ല് തേക്കും കുളിക്കും ഭക്ഷണം കഴിക്കും ഒക്കെ ചെയ്യാറുണ്ട് അല്ലേ. വെരി ഗുഡ്. Then Abel Tinto രാവിലെ കുളിക്കും രാവിലെ നല്ല ഭക്ഷണം കഴിക്കും എപ്പോഴും കളിക്കും ചെരുപ്പ് സൂക്ഷിക്കും. ഓക്കെ ഏബല് കൊറേ കാര്യം ചെയ്യാറുണ്ട് അല്ലേ. ഇനിയിപ്പോ ആരോടൊക്കെ മിസ് ചോദിക്കാനുള്ളത് ഒന്ന് കൈ എടുക്കണേ. ഓക്കെ, ഹൈജോ ഉണ്ട്. ഓക്കെ ഹൈജോ, ഓക്കെ ഇഷാനി, ഓക്കെ കുറെ പേരുണ്ട്. എല്ലാരോടും മിസ് ചോദിക്കാം. ഓക്കെ, ഹൈജോ പറയും മോനെ. ഹൈജോ എന്തൊക്കെ ചെയ്യാറുണ്ട്? ഓക്കെ, കൈ താഴ്ത്തി വെച്ചോ, മിസ് കണ്ടുവല്ല. രാവിലെ പല്ലേക്കും രാവിലെ കുളിക്കും രാവിലെ ഭക്ഷണം കഴിക്കും പിന്നെ ഒളിച്ച് കളിക്കും. ആണോ? ഓക്കെ ഓക്കെ, ഹൈജോ ഇതൊക്കെ ചെയ്യാറുണ്ട് അല്ലെ. ഒളിച്ച് കളിക്കാറുണ്ട്, പല്ല് തേക്കാറുണ്ട്, കുളിക്കാറുണ്ട്, ഭക്ഷണം കഴിക്കാറുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഷിഫാന എന്തൊക്കെ ചെയ്യാറുണ്ട് ഗുഡ് ഹാബിറ്റ്സ്?
ഐഷാമാന മിസ് വിളിക്കാൻ കേട്ടോ മോളെ. ഓക്കെ. ചെയ്യാറുണ്ട്, വാഷ് ഹാൻഡ് ചെയ്യാറുണ്ട്, ബാത്ത് അവരുടെ ചെയ്യാറുണ്ട്, കോമ്പറ് ഹെയർ ചെയ്യാറുണ്ട്. ഓക്കെ ഓക്കെ. ഷിഫാന് കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് അല്ലേ? ഇന്നത്തെ കോംബോ ഹെയർ, ബ്രഷ് ഓഫ് ടീത്ത്, വാഷ് ഓഫ് ഹാൻഡ്സ്, ഇതൊക്കെ ഗുഡ് ഹാബിറ്റ്സ് ആണ് അല്ലേ? നുഹയോട് ചോദിച്ചില്ലല്ലോ മിസ്. നുഹ എന്തൊക്കെ? ഓക്കെ. കുളിക്കും, മുടി വാരും, ഫുഡ് കഴിക്കും, കളിക്കും, പഠിക്കും. ഓക്കെ, വെരി ഗുഡ്. നുഹ കുറെ കാര്യങ്ങൾ കുട്ടിയും ചെയ്യാറുണ്ട് അല്ലേ? ഐഷാമാന ബ്രഷാണോ തേക്കാറ്, പല്ലാണോ തേക്കാറ്? മുടി കട്ട് ചെയ്യുക, ബെഡ്സ് ചെയ്യുക. ഓക്കെ ഓക്കെ ഓക്കെ. കുറെ കാര്യങ്ങൾ ആയിഷാമലി ചെയ്യാറുണ്ട് അല്ലേ? അബ്ദുൾ ബാസിദ് മോൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാറുണ്ട്? അബ്ദുൾ ബാസിദ് ബ്രഷ് ചെയ്യും, എന്നിട്ട് കുളിക്കും, എന്നിട്ട് ഫുഡ് കഴിക്കും, എന്നിട്ട് പോകും. ഫുഡ് കഴിക്കും. പിന്നെ നോക്ക് ക്ലാസ്സിൽ അല്ല, നമ്മള് വയനാട്. ഭക്ഷണം കഴിച്ചിട്ട്. ഓക്കെ 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 മോനെ. അബ്ദുൾ ബാസിദ് കുറെ ഗുഡ് ഹാബിറ്റ്സ് ഫോളോ ചെയ്യാറുണ്ട്. ഇഷാനി ഓക്കെ. മിസ് എല്ലാരോടും ചോദിക്കാൻ കേട്ടോ. എല്ലാരും കൈയുയർത്തുന്ന മിസ് കാണുന്നുണ്ടേ. bath every day, comb our hair, trim our nails, clean clothes. വെയർ ക്ലീൻ ക്ലോത്ത്സ്. Wear clean clothes. ഓക്കെ ഇഷാനി കുറെ ഗുഡ് ഹാബിറ്റ്സ് ഫോളോ ചെയ്യാറുണ്ട്. ഷഹൽ മോൻ എന്തൊക്കെ ചെയ്യാറുണ്ട് ഒരു ദിവസം? രാവിലെ എണീക്ക്, രാവിലെ പല്ലിക്ക്, രാവിലെ കുളിക്കും, രാവിലെ ഭക്ഷണം കഴിക്കും, രാവിലെ ഓൺലൈൻ ക്ലാസ് കാണും, കളിക്കും. ഓക്കെ വെരി ഗുഡ്. കുറെ കാര്യങ്ങൾ എന്താണ് ഷാലും ചെയ്യാറുണ്ട്. രാവിലെ ഓൺലൈൻ ക്ലാസ് കാണും, ചായ കുടിക്കും, പല്ല് തേക്കും, ഭക്ഷണം കഴിക്കും അല്ലേ? ഓക്കെ. ഫാത്തിമ ജാബർ രാവിലെ എണീക്കും, പല്ല് കഴിക്കും, കുളിക്കും, ഭക്ഷണം കഴിക്കും, കുഞ്ഞിനെ കളിപ്പിക്കും. കണ്ടോ? ഫാത്തിമ ജാബർ എന്ത് ചെയ്യാറുണ്ട്? കുഞ്ഞിനെ കളിപ്പിക്കാറുണ്ട്. ഫാത്തിമയുടെ അനിയനെ തന്നെ കളിപ്പിക്കാറുണ്ട്. നിങ്ങളൊക്കെ ചെയ്യാറുണ്ടോ അത്? അനിയനും അനിയത്തിയൊക്കെ ഉള്ളവര് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അല്ലേ? ഓരോരുത്തർക്കും ഓരോരോ ഗുഡ് ഹാബിറ്റ്സ് ഉണ്ട് പലതരത്തില്. ഇനി നമുക്ക് ആരാണ് ഇനി ഉള്ളത്? ഓക്കെ, റിയാൻ പറയൂ മോനെ. റിയാൻ എന്തൊക്കെ ചെയ്യാറുണ്ട്? എന്തൊക്കെ നീ ചെയ്യല് പറയൂ റിയാൻ. രാവിലെ എണീക്കും, ബ്രഷ് ചെയ്യും, കുളിക്കും, ഡ്രസ്സാക്കും, തുണി മടക്കി വെക്കും, തമ
അച്ഛനോട് പ്രാർത്ഥിക്കും, ചെടി നട്ടുണ്ടാക്കും, വെള്ളയ്ക്കും, പിന്നെന്ത് ചെയ്യും? കുളിക്കും, കളിക്കും, ചേർപ്പിടും. ഗുഡ്. റിയാന് കുറേ ഗുഡ് ഹാബിറ്റ്സ് ഉണ്ട് അല്ലെ? ചെടി നടാറുണ്ട്, ചെടിക്ക് വെള്ളം ഒഴിക്കാറുണ്ട്, കുളിക്കാറുണ്ട്, കളിക്കാറുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അല്ലെ? ഇനിയിപ്പോ ആദിഷ് എന്തൊക്കെ ചെയ്യാറുണ്ട്? പല്ലേക്കും, കുളിക്കും, ഭക്ഷണം കഴിക്കും, നഖം മുറിക്കും, പല്ലേക്കും പറഞ്ഞില്ലേ? പല്ല് തേക്കാറില്ല അല്ലെ ആദിഷേ? പല്ല് തേക്കലുണ്ട്. മടിയുണ്ടല്ലേ കുറച്ച്? ഇല്ലേ? എന്റെ പല്ല് പൊരിയാനായി. അതുകൊണ്ട് എനിക്ക് തേക്കുണ്ടല്ലോ അല്ലേ? എന്തായാലും അത് പോകുന്നതാണ്. പിന്നെ എന്തിനാ തേക്കുന്നല്ലേ? ഓക്കെ. ഒന്നേ അല്ലേ? ഓക്കെ, നന്നായിട്ട് ബ്രഷ് ചെയ്യണം കേട്ടോ എല്ലാവരും. രാവിലെ എണീറ്റ് ഉടനെ ചെയ്യേണ്ട കാര്യം അതാണ്. രാവിലെ എണീക്കുക, എന്ത് ചെയ്യാ? ബ്രഷ് ചെയ്യുക. ആദ്യം നിർബന്ധമായിട്ടും ബ്രഷ് ചെയ്യാം. രാവിലെ എണീറ്റ് ഇങ്ങനെ കുറെ സമയം എവിടെയെങ്കിലും ഒക്കെ നമ്മൾ കുത്തിയിരുന്ന് പിന്നെ ബ്രഷ് എടുത്ത് അമ്മമാരിങ്ങനെ പല്ല് തേക്ക് എന്ന് പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കാനേ പാടില്ല. നമ്മൾ രാവിലെ എണീക്കുക, നമ്മുടെ മുഖം കഴുകുക, ബ്രഷ് എടുക്കുക, പേസ്റ്റ് എടുക്കുക, ബ്രഷ് ചെയ്യുക. അപ്പൊ പിന്നെ എന്ത് ചെയ്യാ? കുളിക്കുക. കുളിച്ചിട്ട് ഭക്ഷണം കഴിച്ച് നമുക്ക് ഇരിക്കാലോ. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് രാവിലെ തന്നെ ബ്രഷ് ചെയ്ത് കുളിച്ച് ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങളുടെ രാവിലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ പെട്ടെന്ന് ചെയ്യാം. അഭിനവ് എന്തൊക്കെ ചെയ്യാറുണ്ട്? അഭിനവ് പല്ല് തേക്കാൻ മടിയുണ്ടോ? നോക്കട്ടെ. അഭിനവ് കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് അല്ലെ? ചെടി നടും, പച്ചക്കറി നടും. ഇനി വരുമ്പോ നമുക്കൊക്കെ പച്ചക്കറിയൊക്കെ കൊണ്ടുതന്നെ അഭിനവേ കേട്ടോ. അഭിനവ് പച്ചക്കറിയൊക്കെ നടാറുണ്ട്, കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. നിതാഷ എവിടെ പോയി? നിതാഷയോട് മിസ് ചോദിച്ചില്ലല്ലോ. അറിയുമോളെ നിതാഷ? രാവിലെ എണീക്കുക, പല്ല് തേക്കുക, കുളിക്കുക, ഭക്ഷണം കഴിക്കുക, 1 2 3 പറയുക, കളിക്കുക, അച്ഛനെ ഹെൽപ്പ് ചെയ്യുക, ഓക്കെ, നിതാഷി കുറേ നല്ല കാര്യങ്ങൾ അല്ലേ? മുഹമ്മദ് റഫാൻ എന്തൊക്കെ ചെയ്യാറുണ്ട്? കുളിക്കും, തിന്നും, വൈകിടിക്കും. റഫാനും കുറേ ഗുഡ് ഹാബിറ്റ്സ്. ഫാത്തിമയോട് മിസ് ചോദിച്ചില്ലല്ലോ. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ മിസ്സിൽ ചോദിക്കാനുള്ളത്? വേറെ ആരെങ്കിലും ഒക്കെ ബാക്കി? ഡെൽവിൻ ഉണ്ട്. ഓക്കെ, സിയ പറയുമോളെ. Brush your teeth, wash your hands, bath എവിടെ, trim your nails, comb your hair, clean. ഓക്കെ, വെരി ഗുഡ്. സിയയും കുറേ കാര്യങ്ങൾ ഫോളോ ചെയ്യാറുണ്ട് അല്ലേ? ഓക്കെ, ഡെൽവിൻ മോൻ എന്തൊക്കെ ഗുഡ് ഹാബിറ്റ്സ് ചെയ്യാം? രാവിലെ എഴുന്നേക്കും, ബ്രഷ് ചെയ്യും, കുളിക്കും, ഫുഡ് കഴിക്കും, കളിക്കും, പഠിക്കും, ചെടി നടും,
വീട്ടില് നിറയെ ചെടിയാണല്ലേ? എല്ലാരും ചെടി നടുന്ന ആൾക്കാരാണല്ലേ? എല്ലാവരും ചെടി നടാറുണ്ടോ? വെരി ഗുഡ്, നല്ല കാര്യമാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാല്ലേ. വെറുതെ നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ TV ഒന്നും കണ്ടിരിക്കാതെ എന്ത് ചെയ്യാ, പുറത്തൊക്കെ ഇറങ്ങി ചെടി നടുവോ, ചെടിക്ക് വെള്ളം വെക്കുകയോ, ചെടികളൊക്കെ നന്നായിട്ട് നോക്കുകയോ ഒക്കെ ചെയ്യണം എല്ലാവരും അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് ഒന്നുകൂടെ പറയാം. ഇതിന്റെ വീഡിയോയും മിസ് കാണിച്ചു തരാം. നമ്മുടെ ഓൺലൈൻ വീഡിയോയും ഇതിന്റെ ഗുഡ് ഹാബിറ്റ്സിന്റെ ഒക്കെ കാണാം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ. നമ്മൾ ടൈം കഴിഞ്ഞു, അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഉച്ചയ്ക്ക് എന്താണ് ലഞ്ച് വിത്ത് മിസ് ഉണ്ടല്ലേ? അപ്പൊ എല്ലാവരും ലഞ്ച് വിത്ത് മിസ്സിന് വരാം. നമുക്ക് ഉച്ചയ്ക്ക് കാണാം അല്ലേ? ഓക്കെ, എല്ലാവരും നിറയെ ചോറൊക്കെ എടുത്തിട്ട് മുഴുവൻ കഴിക്കാൻ റെഡി ആയിട്ട് നന്നായി കൈകളൊക്കെ കഴുകി ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഗുഡ് ഹാബിറ്റ് എന്താണ്? വാഷ് യുവർ ഹാൻഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈറ്റിംഗ് അല്ലെ? ഭക്ഷണം കഴിക്കുന്ന മുമ്പ് ശേഷവും നന്നായി കൈയൊക്കെ കഴുകണം. നന്നായി കൈ കഴുകി റെഡി ആയിട്ട് 12:15 ലഞ്ച് വിത്ത് കാണാം അല്ലേ? ഓക്കെ, ബൈ. See you. Bye. Bye. Mama Shasil. Okay. Bye-bye.